ഫൈനൽ പ്രാക്ടീസ് നാട്ടിൽ 4 മണിയായപ്പോൾ ഫൈനൽ പ്രാക്ടീസ്. ഇവിടെ 12 മണി കഴിഞ്ഞോളൂ. ഫൈനൽ പ്രാക്ടീസാണ്. എല്ലാവരും പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നിൽക്കുവാണ്. ഫൈനൽ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ കണ്ടില്ല, ഇവരൊക്കെ അതുകൊണ്ട് കുറച്ച് സംസാരിച്ചൊക്കെ നിൽക്കുവാണ്. ഫൈനൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഫൈനൽ പ്രാക്ടീസാണ്. പുലർച്ചെ 4 മണി നാട്ടിലോ? അയ്യോ, എനിക്ക് ഉറക്കം വരുന്നത്. ഇവിടുത്തെ സമയമായില്ല, പക്ഷെ അവിടുത്തെ സമയം കേൾക്കുമ്പോൾ ഒരു ഉറക്കം വരുമല്ലോ. ഇവിടുത്തെ സമയം 1:15 1:13. അതാ 1:15 ഇവിടുത്തെ. പ്രാക്ടീസ് ചെയ്ത് പറ്റില്ലല്ലോ ചേട്ടാ, അതുകൊണ്ട് ഞങ്ങള് കട്ടക്ക് മാസ്റ്റർ വെളുപ്പാങ്കലത്ത് 5 മണി വരെ പ്രാക്ടീസ് ഉണ്ട് ബ്രോ. റെഡിയാണ്. മാസ്റ്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനും റെഡി. എന്റെ റിഹേഴ്സൽ ഞാനില്ല, വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഡബിൾ റെഡി. മഴ ഞാൻ റെഡിയല്ല, എനിക്ക് പോണം. ഞാൻ റെഡിയല്ല, എനിക്ക് പോണം. പക്ഷെ നാളെ ഷോ ഉണ്ട്. നാളെ നൃത്തം കാണാനായിട്ട് ആൾക്കാർ വരും. നമ്മൾ കളിച്ചില്ലെങ്കിൽ എല്ലാവരും നിർത്തിക്കും. കാലാവസ്ഥയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാളെ മഴയെന്നും പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ട് നാളെ മഴയെന്ന്. കാലാവസ്ഥ മഴയെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ ചെറുതായിട്ട് തൂളുന്നു. ഇനിയെല്ലാം ഭാഗ്യം പോലെയാണ് കേട്ടോ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. മഴ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് നോക്കാം. കൊള്ളാം. കൊള്ളാം. മഴ പെയ്യുന്നു. മഴ ചാറുന്നുണ്ടല്ലോ. മഴ കൊണ്ടുവാ പപ്പിക്കുടകൾ. ഒന്നേ കാല റിഹേഴ്സലിന് വിളിച്ചാ ഇതേ കിട്ടുള്ളൂ. പോപ്പിക്കുടകൾ. 2:15 ഇവിടെ പെർഫോമൻസ് കഴിഞ്ഞ് ചോദിക്ക്. അപ്പൊ ഏത് കൂടെ കിട്ടും പിന്നെ അറിയാം. ചേട്ടന് ഉറക്കൊന്നുമില്ല, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഇത് അടുത്ത റോള്. ജീവിതം നമ്മള് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ നിക്കണ. ചേട്ടൻ എന്തിനാ നിക്കണേ? നമ്മുടെ ജോലി. ഞങ്ങൾ അവിടെ പാട്ടിന്റെ പ്രാക്ടീസ് വന്നില്ലല്ലോ. ഇതൊക്കെയാണ് സന്ധ്യ. അങ്ങനെ ഒരു മിനിറ്റ്. തൊണ്ട മുട്ടി പ്രാക്ടീസ് ചെയ്തോ? അപ്പൊ നാളെ പ്രാക്ടീസ് ചെയ്യുമ്പോ പാട്ട് ഏതായിരുന്നു പാടാൻ പോണ? അയല ഈ സമയത്ത് പാടാൻ പറ്റിയൊരു പാട്ട് ഏതാണ് ശ്വേതജി? ഈ സമയത്ത് പാടാൻ പറ്റിയൊരു പാട്ട് ഏതാ? അതല്ല, വേറെ ഈ സമയത്ത് പാടാൻ പറ്റിയ ടിപ്പ് ടിപ്പ് ബർസാ പാനി പാനി മേ ആഗ് ലഗി. മാഷ അങ്ങോട്ട് പാട്ട് പാടണമെന്ന് തോന്നിയിട്ട് അങ്ങോട്ട് മാറിപ്പോയ. ഈ സമയത്ത് പാടാൻ പറ്റിയ പാട്ട് ഇപ്പൊ ഇവരൊരു പാട്ട് സെലക്ട് ചെയ്തു. മാഷ ഏതാണ് ഈ സമയത്ത് പാടാൻ തോന്നിയ ഒരു പാട്ട്? ഇങ്ങനെ രസകരമായ മുഹൂർത്തങ്ങളാണ് ഈ സമയത്തുള്ളൂ. വേറൊന്നുമില്ല. മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ബാക്കി ഒന്നും ഉണ്ടാവില്ല. അല്ല, ഒന്നുമില്ല. ബാറ്ററി ലോ വാച്ചിന്റെ. ഇല്ല കണ്ടില്ല. നിങ്ങൾ ലൈവ് ഇട്ട? അതപ്പോ ലൈവ് ഇട്ട? ഞാൻ കണ്ടു. ഇവിടെ പാട്ട് പാടി. സുരഭി ഞങ്ങളെല്ലാം കൂടെ ഭജന സംഘം ഉണ്ടായിരുന്നു. അതെ, ഇത് കണ്ട ഇവിടുന്ന് അവര് സംസാരിക്കാണേ. ഇവിടുന്ന് എന്താ വെച്ചാല് ചെവി ഇങ്ങനെ എല്ലാ സ്ഥലത്തും പിടിച്ചിട്ടിരിക്കുക. സ്റ്റേജ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? സൂപ്പർ. സമയം അവിടെ നാട്ടിൽ 5 മണിയായി. അപ്പോൾ നിങ്ങളിവിടെ നിൽക്കുവാണല്ലേ? അതെ. ആ ഒരു ടീം വർക്ക്. നല്ല തണുപ്പുള്ള സമയം. ഇപ്പം നാട്ടിൽ മൂന്നാറൊക്കെ പോയൊരു ഫീലാണോ? തീർച്ചയായിട്ടും. ഞാൻ മാത്രമല്ലല്ലോ, നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ നാളെ പെർഫോം ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാം വെരി ഗുഡ് ആണ്. അതെ, ഭംഗിയായിട്ട് നാളെ എന്നുള്ളതല്ല, ഇന്ന്
അതെ ഇന്ന് ഇന്ന് അതെ ഇപ്പം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്കിത്, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പൊളിക്കും നമ്മൾ. തീർച്ചയായിട്ടും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ്. എല്ലാവരും ഇന്നത് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റേജിൽ വന്ന് വീണ്ടും റിഹേഴ്സൽ ടെസ്റ്റ് ചെയ്യുന്നു. സോ ഇതൊരു സംഭവമാണല്ലോ, ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടി ഒരു വൻ സംഭവമായി മാറണമല്ലോ. കാരണം ഞങ്ങളുടെയും ഒരു അഭിമാന പ്രശ്നമാണ്. ഒരു ചരിത്ര സംഭവമാകട്ടെ. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളുടെയൊക്കെ ഇപ്പം ട്രഷറാണ്, അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ സമയത്ത് ഇത്ര ഒരു ഷോ നടത്താൻ പറ്റിയത് ഗംഭീര സംഭവമായി മാറട്ടെ. ഇനി നിങ്ങളുടെയൊക്കെ പ്രൊജക്റ്റ് ഒരു സിനിമയിലേക്ക് മാറട്ടെ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. അല്ല, ഒരു അടുത്ത ഞങ്ങൾ സിനിമയാണ്, ഇത് കഴിയട്ടെ. ഇത് കഴിയട്ടെ അല്ലേ? അങ്ങനല്ലേ, അടുത്ത സിനിമ നിർമ്മാണത്തിലേക്കാണ് പോട്ടെ. നിർമ്മാതാക്കളുടെ സംഘടന കൈ ചേർത്ത് ഒരു സിനിമ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഡൺ. ഹൈദരാലി ചേട്ടനോടൊപ്പം നമ്മുടെ പ്രാക്ടീസ് സംഘം ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാലി ചേട്ടൻ്റെ ഈ ഒരു എനർജിക്ക് മുന്നിൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എങ്ങനെ നിങ്ങൾക്കിത് സാധിക്കുന്നു? എങ്ങനെ നിങ്ങൾക്കിത് സാധിക്കുന്നു ഈ എനർജി? അല്ല, നമ്മൾ ഒരു ടീമായിട്ട് വന്നല്ലേ. അപ്പം ടീമായിട്ട് വന്നത് നമ്മൾ എത്ര മണി വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ സമയത്തൊക്കെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളൊപ്പം തന്നെ ഞങ്ങൾ 5 മണി വരെ നിന്ന, ഞാൻ 6 മണി വരെ നിൽക്കും. ഓ, ഇതുപോലൊരു റിപ്പോർട്ടർ എവിടെ കിട്ടും? വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റേജാണ് ഇപ്പോൾ കണ്ടത്, കണ്ടില്ലേ? വല്ലാത്തൊരു സ്റ്റേജ് അല്ലേ? ആ സ്റ്റേജ് നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടുത്തെ റിഹേഴ്സൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയത് രാത്രി റിഹേഴ്സൽ ഉണ്ടെന്നാണ്. അതിൻ്റെ റിഹേഴ്സലാണ്. സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പല രീതിക്കുള്ള ഡിസൈനുകളാണ്. നമുക്കൊന്ന് ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേജിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ കാണാം. അപ്പം ഇനി ഈ നടക്കാൻ പോകുന്നത് സ്റ്റേജ് റിഹേഴ്സലാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് നാളെ ആയിരിക്കും. മണിക്കൂറുകൾ മാത്രം ബാക്കി ഇവിടെ പ്രോഗ്രാം അരങ്ങേറാനുള്ള അതിനുള്ള സ്റ്റേജ് റിഹേഴ്സലിനുള്ള തയ്യാറെടുപ്പാണ്. സ്റ്റേജിൻ്റെ എല്ലാ പണികളും എന്ന് പറഞ്ഞാൽ ഇനി മിനുക്ക് പണി മാത്രമാണ് സ്റ്റേജിനുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുറ്റും കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പം മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പം എല്ലാവരും ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഒരുങ്ങിയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ ഒരു സ്റ്റേജ് അല്ലേ? ആ സ്റ്റേജിൽ ഇപ്പോൾ മമ്മൂക്കായും ലാലേട്ടനും ഒരുമിക്കുന്ന വലിയ മെഗാ ഷോ, അതിനോടൊപ്പം വിവിധ താരങ്ങൾ. മലയാള സിനിമ ഒന്നടങ്കം ഈ ഖത്തറിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാള സിനിമ ഒന്നടങ്കം വേണമെങ്കിൽ ഖത്തറിലേക്ക് എത്തിയെന്ന് പറയാം. ഇപ്പോഴും ടിക്കറ്റ് വിൽപ്പന തുടരുകയാണ്. ടിക്കറ്റ് വിൽപ്പന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മണിക്കൂറിന് മാത്രം ബാക്കിയുള്ളപ്പോൾ ഇനിയും പരിപാടികൾ കാണാനുള്ള ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പന തുടരുകയാണ്. സ്റ്റേജ് ഇപ്പോൾ ഒരു റിഹേഴ്സലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. റിഹേഴ്സലിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ഇനിയിപ്പോൾ ഉള്ള മറ്റ് ഇപ്പം പ്രസന്ന മാഷിൻ്റെ ടീമാണ് ഈ സ്റ്റേജിലുള്ളത്. ആ പ്രസന്ന മാഷിൻ്റെ ടീമിൻ്റെ റിഹേഴ്സൽ ആദ്യം നടക്കും. അതിനുശേഷം ഓരോ റിഹേഴ്സൽ നടക്കും. ഇതിൽ കുറേ ഗാനങ്ങളുണ്ട്, അവരുടെ കുറേ ഡാൻസുകളുണ്ട്. മലയാളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളും പ്രസന്ന മാഷിൻ്റെ ടീമിൽ ഡാൻസ് ചെയ്യുന്നുവെന്ന് ഉള്ള കാര്യവും പ്രത്യേകമുണ്ട്. അതുകൊണ്ട് ശ്രീജിത്ത് മാഷിൻ്റെയും ഡാൻസ് ഉണ്ട്. ലാലേട്ടൻ്റെ എൻട്രി പ്രസന്ന മാഷിൻ്റെ ഡാൻസിലാണ്. ലാലേട്ടൻ്റെ എൻട്രി നമ്മൾ കഴിഞ്ഞ റിഹേഴ്സൽ കണ്ടിരുന്നു. ലാലേട്ടൻ പങ്കെടുത്തില്ല, അത് സ്റ്റേജിലാണ് കണ്ടത്. മമ്മൂക്കാടെ എൻട്രി ശ്രീജിത്തിൻ്റെ പാട്ടിൻ്റെ എൻട്രിയിലാണ്. അപ്പം എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ രാത്രി വൈകിയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സമയം, നാട്ടിലെ സമയം ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ 1:15. അപ്പം 2.5 മണിക്കൂർ ബാക്കിയാണ് ഇവിടുത്തെ സമയം. റിഹേഴ്സലുകൾ തുടങ്ങുന്ന എല്ലാ സജ്ജീകരണവും ഒരുക്കി കഴിഞ്ഞു. സൗണ്ടും ലൈറ്റും LED വാളും എല്ലാം ഓക്കെ ആയിക്കൊണ്ടുള്ള ഒരു ഗംഭീര ഷോയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് കേട്ടോ. മണിക്കൂറുകൾ മാത്രം. ഹാപ്പി ആയിട്ട് എനിക്കിതെല്ലാം സ്റ്റേ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര അധ്വാനമാണ്. കണ്ടില്ലേ, നമ്മുടെ ഇപ്പോൾ ഇത്രയും രാത്രിയിലൊക്കെ ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ഷോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 12 മണി കഴിഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് ഷോ ഇന്നാണ്. അപ്പോൾ രാത്രിയിലൊക്കെ എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് റിഹേഴ്സൽ നടക്കുന്നു. നാളെ എന്തായാലും ഒരു നല്ല ഷോ എല്ലാവരും കാണാൻ വരുന്നവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത് സന്തോഷത്തോടെ നടക്കുമെന്ന് ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കണ്ടപ്പോൾ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു സന്തോഷത്തോടെ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഷോ ആണെന്നുള്ളത്. അത് അങ്ങനെ വേണം. കാരണം ചില പ്രവാസികളല്ലേ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അത് തീർച്ചയായിട്ടും നന്നായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമങ്ങളെല്ലാം തുടരുന്നു. തീർച്ചയായിട്ടും ഇതാണ്. അപ്പം ടിക്കറ്റ് ഇപ്പോഴും വിൽപ്പന നടക്കുന്നുണ്ട്. ടിക്കറ്റ് എടുക്കുക, പെട്ടെന്ന് പരിപാടി കാണാൻ പോരുക. ഇനി സമയം കുറച്ച് സമയമുള്ളൂ, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ.